ജമ്മു കശ്മീരിൽ 2 ഇന്ത്യൻ സൈനികരെ വധിച്ച് മൃതദേഹം വികൃതമാക്കിയ പാക് നടപടിക്കെതിരെ ഇന്ത്യൻ ജനതയുടെ പ്രതിഷേധം ശക്തമാകുന്നു. ഉറിക്ക് തിരിച്ചടി നൽകിയ മാതൃകയിൽ സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാൻ അകത്ത് നടത്തണമെന്ന ആവശ്യം പോലും ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ ജമ്മു കശ്മീരിലെ കൃഷ്ണഘാട്ടി മേഖലയിലും കുൽഗാമിലുമുണ്ടായ തീവ്രവാദാക്രമണങ്ങളിൽ 2 ജവാന്മാർ ഉൾപ്പെടെ 9 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി അരുൺ ജെയ്റ്റ്ലി പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി കശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിശദീകരിച്ചത്. കശ്മീരിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികളും ചർച്ചയായതായാണ് വിവരം. കൂടാതെ ജമ്മു കശ്മീർ ഗവർണർ NN വോഹ്ര കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. താഴ്വരയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു. ശ്രീനഗറിലെത്തിയ കരസേനാ മേധാവി ബിപിൻ റാവത്തും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. അതേസമയം പാകിസ്ഥാൻ നടത്തിയത് മനുഷ്യത്വരഹിതവും ഭീരുത്വവുമായ പ്രവൃത്തിയാണെന്ന് ഇന്ത്യൻ സൈനിക ഓപ്പറേഷൻ മേധാവി AK ഭട്ട് പ്രതികരിച്ചു. എന്നാൽ ഇന്ത്യൻ ജവാന്മാരുടെ മൃതദേഹങ്ങൾ വികൃതമാക്കിയതിൽ പാക് സൈന്യത്തിന്റെ പങ്ക് നിഷേധിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സർദാർ അസീസ് രംഗത്ത് വന്നു. കശ്മീരിലെ സംഘർഷങ്ങൾക്ക് കാരണം അതിർത്തി കടന്നുള്ള തീവ്രവാദമല്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ഇന്നലെ കൊല്ലപ്പെട്ട BSF 200-ാം ബറ്റാലിയൻ ഹെഡ് കോൺസ്റ്റബിൾ പ്രേം സാഗറിന്റെയും 22 സിഖ് റെജിമെന്റിലെ ജവാൻ പരംജിത് സിംഗിന്റെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. ആസൂത്രിതമായ നീക്കമാണ് പാക് സൈന്യം നടത്തിയതെന്ന് BSF ADG KN ചൗബെ മാധ്യമങ്ങളെ അറിയിച്ചു. നിയന്ത്രണ രേഖ ലംഘിച്ച് ഇന്ത്യൻ ഭാഗത്തേക്ക് 250 മീറ്ററിലേറെ കടന്നുകയറിയാണ് പാക് സൈന്യം വെടിവെപ്പ് നടത്തിയതെന്ന് ഇന്ത്യ ആരോപിച്ചു. എന്നാൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടില്ലെന്നും നിയന്ത്രണ രേഖ കടന്നിട്ടില്ലെന്നുമുള്ള നിലപാടിൽ ഉറച്ചു തന്നെയാണ് പാകിസ്ഥാൻ. റിപ്പോർട്ടർ, ദില്ലി. ശ്രീനിവാസൻ, TG മോഹൻദാസ്, രാഹുൽ ഈശ്വർ, സെബാസ്റ്റ്യൻ പോൾ തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കുചേരുന്നത്. ആദ്യം TP ശ്രീനിവാസൻ, ഉറി ആക്രമണത്തിന് ശേഷം ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരുന്നു. അത്തരത്തിലൊരു സർജിക്കൽ സ്ട്രൈക്കിന് വേണ്ടിയുള്ള ആവശ്യമാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ കോണിൽ നിന്ന് ഉയരുന്നത്. അതിന് മാത്രമുള്ള ഒരു കിരാത നടപടിയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അതെല്ലാവരും വിശ്വസിക്കുമല്ലോ. ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും നല്ല വിശ്വാസം തന്നെയാണ് ഇത് പാകിസ്ഥാൻ ചെയ്ത് വളരെ കിരാതമായ ഒരു നടപടിയാണ് എന്നുള്ളത്. പക്ഷേ അതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യാൻ കഴിയുക? ഇപ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് കൊണ്ട് മുമ്പ് എന്താണ് ഗുണമുണ്ടായത്? അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം വന്നോ? ഇനി ഒന്നും കൂടി ചെയ്താൽ എന്തായിരിക്കും ഗുണം എന്നൊന്നും നമുക്കിപ്പോൾ അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആർമി നേതൃത്വത്തിനും രാഷ്ട്ര നേതൃത്വത്തിനും വിട്ടുകൊടുക്കുക അല്ലാതെ ഇതിനെപ്പറ്റി ഒരു ശക്തമായ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അവർക്കെല്ലാം അറിയാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ അതിനനുസരിച്ചൊരു മെഷേർഡായിട്ടുള്ള കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ആക്ഷനാണ് എടുക്കേണ്ടത്. അത് നമ്മുടെ സൈന്യത്തിനും ഗവൺമെൻറ്റിനും മാത്രമേ ആ തീരുമാനത്തിൽ എത്താൻ കഴിയുള്ളൂ. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാതെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം. പാകിസ്ഥാൻ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇനി ചെയ്യാതിരിക്കാനുള്ള നടപടികളാണ് എടുക്കേണ്ടത്. പക്ഷേ പാകിസ്ഥാൻ ഇത് നിഷേധിച്ചിരിക്കും കൂടെയാണ്. അപ്പോൾ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു. അപ്പോൾ എന്തായാലും അത് നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനും ആർമി ലീഡർഷിപ്പിനും വിട്ടുകൊടുക്കുക അല്ലാതെ മറ്റു മാർഗമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ദയവായി തുടരുക. TG മോഹൻദാസ്, 2013 ഹേംരാജ് സിംഗ് ഇതേ നിലയിൽ മരിച്ചപ്പോൾ അന്നത്തെ ലോക്സഭാ നേതാവായിരുന്ന സുഷമ സ്വരാജ് പറഞ്ഞത് ഇതിനു പകരം 10 തലകൾ എടുക്കേണ്ടതുണ്ട് എന്നാണ്. സമാനമായ വിധത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ചോദ്യം ഉയർന്നിരിക്കുന്നു, 2ന് പകരം എത്ര? അല്ല, ഒരു മണിക്കൂർ മുമ്പ് വന്ന വാർത്ത നമ്മളവരുടെ 2 പോസ്റ്റ് തകർക്കുകയും 8 അവരുടെ പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊല്ലുകയും ചെയ്തു. അതൊക്കെ ഇന്ത്യൻ ബ്രീഫിംഗ് ആണ് അല്ലേ? ഇന്ത്യൻ ബ്രീഫിംഗ് അല്ലേ സാധ്യമുള്ളൂ. അവിടെ മീഡിയ പ്രസൻസ് ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ പട്ടാളം പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. പിന്നെ തല കൊയ്തുകൊണ്ട് വരിക എന്ന് പറയുന്നത് അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെ ലംഘനമാണ്. പക്ഷെ അങ്ങനെയാണ് ലോക്സഭാ നേതാവ് സുഷമ അല്ല, അത് ഈ പൊളിറ്റിക്കൽ റെട്ടറിക്കിൽ നമ്മൾ പറയും അതിന് പകരം 10 തല എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല വെട്ടി പാലത്തിൽ വയ്ക്കുക എന്നുള്ളൊരു അർത്ഥം എടുക്കേണ്ട. അതിന് 1ന് പകരം 10 ഇങ്ങനെയൊക്കെയുള്ള പൊളിറ്റിക്കൽ റെട്ടറിക് ഉണ്ടാവും. അതുകൊണ്ട് കൃത്യമായിട്ട് സുഷമ സ്വരാജ് വിദേശകാര്യമന്ത്രിയാകുമ്പോൾ കൃത്യം 10 തല കൊണ്ടുവന്ന് ഹാജരാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഇൻഹ്യൂമൻ ആക്ട് ആയിരിക്കും. നമുക്ക് ചെയ്യാവുന്നത് ഈ ഇന്ത്യ പാകിസ്ഥാൻ ആദ്യമായിട്ടൊന്നും അല്ല ഈ നിയന്ത്രണ രേഖ ലംഘിക്കുന്നതും യുദ്ധം നടക്കുന്നതും ഡിക്ലെയർ ചെയ്യാത്ത വാർ നടക്കുന്നതും ലോ ഇൻറ്റൻസിറ്റി സ്ഫോടനങ്ങൾ നടക്കുന്നതും ഒക്കെ പതിവാണ്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിനെ നിയന്ത്രിച്ച് നിർത്തുകയല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ എന്നുള്ളൊരു രാജ്യം ഇല്ലാതെയാവുക എന്നുള്ളതാണ്. അത്രയ്ക്കൊക്കെ പോകേണ്ടി വരുമോ എന്നുള്ളത് ഭാവിയിൽ നമുക്ക് ആലോചിക്കേണ്ടി വരും ഒരുപക്ഷെ.
പാകിസ്ഥാൻ ഇല്ലാതാകുന്ന വിധത്തിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് താങ്കൾ പറയുന്നതിൻ്റെ ആദ്യപടി. സംശയം എന്താ, നമ്മൾ അതിനുള്ള മറുപടിയാണ് ബലൂചിസ്ഥാനെ ഏകദേശം പ്രത്യേക രാജ്യമായിട്ട് അംഗീകരിക്കുന്ന ദിശയിലേക്ക് നാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ അത് ചെയ്തിട്ടില്ല. ബലൂചിസ്ഥാനെ നമ്മൾ പ്രത്യേക രാജ്യമായിട്ട് അംഗീകരിച്ചിട്ട് ഒരു ഗവൺമെൻറ് ഇൻ എക്സൈൽ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാന് വലിയ ശ്വാസം മുട്ടലാകും. ദയവായി തുടരുക, അതിലേക്ക് നമുക്ക് വിശദമായി വരേണ്ടതുണ്ട്. ശ്രീ ടി പി ശ്രീനിവാസൻ, ടി ജി മോഹൻദാസ് എന്ന BJP യുടെ ഐഡിയോളോഗ് പറയുന്നത് ബലൂചിസ്ഥാനെ ഒരു പ്രത്യേക രാഷ്ട്രമായി അംഗീകരിക്കുന്നതിലേക്ക് രാജ്യം പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഓഗസ്റ്റ് 15-നാണ് ഇതാദ്യമായ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബലൂചിസ്ഥാൻ പരാമർശിച്ച് സംസാരിച്ചത്. പക്ഷേ ഒരു എക്സൈൽ ഗവൺമെൻറ്റിന് അനുമതി നൽകുകയോ അതിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ആർക്കെങ്കിലും അഭയം നൽകുകയോ ചെയ്യാതെ അക്കാര്യത്തിലൊരു തുടർച്ചയുണ്ട് എന്ന ഒരു സൂചന നൽകാൻ പ്രധാനമന്ത്രി ഇപ്പോൾ വിസമ്മതിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് നമുക്കിപ്പോൾ ഒരു മുഴുവൻ സമയ പ്രതിരോധ മന്ത്രിയില്ല. കശ്മീരിലാണെങ്കിൽ നിരന്തരമായി കലാപം നടക്കുന്നു. പാകിസ്ഥാൻ എന്താണോ ഡിസൈൻ ചെയ്യുന്നത് അത് കശ്മീരിലേക്ക് നടക്കുന്നു. യൂണിവേഴ്സിറ്റിയിലെ പെൺകുട്ടികൾ പോലും തെരുവിലേക്ക് ഇറങ്ങി പോലീസിനെതിരെയും പട്ടാളക്കാർക്കെതിരെയും കല്ലെറിയുന്നു. യഥാർത്ഥത്തിൽ ഈ സ്വയം പ്രഖ്യാപിത ധീരൻ അല്ലെങ്കിൽ ഉരുക്കു മനുഷ്യൻ എന്ന് പറയപ്പെടുന്ന നരേന്ദ്രമോദിക്ക് ഒരു കശ്മീർ നയമുണ്ടോ? അദ്ദേഹം ബലൂചിസ്ഥാനെ പറ്റി ആദ്യം പറഞ്ഞപ്പോൾ എൻ്റെ പ്രതികരണം നമുക്ക് ഉപയോഗിക്കാവുന്ന എല്ലാ ആയുധങ്ങളും പാകിസ്ഥാനെതിരായി നമ്മൾ ഉപയോഗിക്കണമെന്ന് തന്നെയായിരുന്നു. ഓൾ ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ എന്നാണ്. അപ്പോൾ ബലൂചിസ്ഥാൻ മാത്രം നമ്മൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? അത് സംസാരിക്കുന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് ഉടനെ ഇപ്പോൾ ബലൂചിസ്ഥാൻ്റെ ഒരു എക്സൈൽ ഗവൺമെൻറ്റിനെ ഇന്ത്യയിൽ സ്ഥാപിക്കാനെന്നുള്ള അത്രയ്ക്കുള്ള ശക്തി ബലൂചിസ്ഥാനിലെ ഫ്രീഡം മൂവ്മെൻറ്റിന് തന്നെ ഇല്ല. ബലൂചിസ്ഥാൻ വളരെ സ്പാഴ്സ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യമാണ്. അതുപോലെ ബലൂച്ചികൾ പല സ്ഥലങ്ങളിലാണ്, ഒരു സ്ഥലത്തല്ല. അപ്പോൾ ഈ കാരണങ്ങളെല്ലാം കൊണ്ട് ഒരു വലിയ ശക്തി കേന്ദ്രമായ ഒരു ബലൂചിസ്ഥാൻ സ്ഥാപിക്കാനൊന്നും നമുക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതും നമ്മൾ നേരത്തെ പറഞ്ഞ റെറ്ററിക്കിൻ്റെ ഭാഗമാണ്. പക്ഷേ ബലൂചിസ്ഥാൻ ഒരു പ്രശ്നമാണ് എന്ന് നമ്മൾ ഉയർത്തി പറഞ്ഞത് ശരിയാണ്. കാരണം അവർ നമ്മളെങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ തന്നെ നാട്ടിൽ അവരുടെ ജനങ്ങളെ അടക്കി ഭരിക്കുന്ന ഒരു രാജ്യമാണ് അവിടെ ഉള്ളത് നമ്മൾ മറ്റു ലോകത്തുള്ളവരോട് പറയുന്നു. അതുമാത്രമേ അതിന് വിലയുള്ളൂ. കാശ്മീരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് മറ്റു തരത്തിലാണ്. നമുക്കറിയാം, അവിടുത്തെ ജനങ്ങളുമായിട്ട് സംസാരിക്കണം, അവിടുത്തെ ചെറുപ്പക്കാരുമായിട്ട് സംസാരിക്കണം. അങ്ങനെ ഒരു തുറന്ന മനസ്ഥിതിയോടെ സംസാരിച്ചാലേ പറ്റുകയുള്ളൂ. അതിനുള്ള പ്രശ്നം അവിടുത്തെ നമ്മുടെ ഗവൺമെൻറ് തന്നെയാണ്. PDPയും BJPയുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ അല്ലെങ്കിൽ കോയലിഷൻ എങ്ങനെ സർവൈവ് ചെയ്യാനാണ് കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ, കാശ്മീരിലെ പ്രശ്നങ്ങൾ, കാശ്മീരിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്, അതിനുള്ള മാർഗം നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ ആർമിയെ വളരെ ശക്തമാക്കുക, എന്ത് പ്രശ്നം വന്നാൽ ഏത് തരത്തിൽ നിന്ന് നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കുക. പക്ഷേ അതെല്ലാം ചിന്തിച്ച് ഓരോ സ്റ്റെപ്പും നോക്കിയിട്ട് വേണം ചെയ്യേണ്ടത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ശ്രീ ടി ജി മോഹൻദാസ്, ഈ കശ്മീരിലൊരു നയം അത് കാലാകാലങ്ങളിലുള്ള എല്ലാ സർക്കാരുകൾക്കും ഉണ്ടായിരുന്നു. ഇന്ന് തന്നെ AK ആൻ്റണി പറഞ്ഞത് എൻ്റെ 8 വർഷക്കാലത്ത് മൃതദേഹം വികൃതമാക്കിയ ഒരൊറ്റ സംഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ 3 വർഷത്തിനുള്ളിൽ മോദി സർക്കാരിൻ്റെ കീഴിൽ 3 തവണയായി ഇത് എന്നാണ്. മൂന്നാമത്തെ തവണ 2 പേരെയാണ് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കശ്മീരിലെ സ്ഥിതിഗതികൾ ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, ശ്രീനഗറിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 5% പേർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാനായിട്ടുള്ളത്. ഇത് ഇപ്പോൾ അനന്ത്നാഗ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ടി വന്നിരിക്കുന്നു അനന്തമായി എന്ന് പറയുമ്പോൾ ആ മേഖലയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ നമുക്കിപ്പോൾ പാക്-അധീന കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാത്തതുപോലെ ഇന്ത്യൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന കശ്മീരിലും തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാത്ത സ്ഥിതി വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള വിവാദ സംഭവങ്ങളിൽ രാം മാധവ് പറഞ്ഞത് ഒരു കശ്മീരി ചെറുപ്പക്കാരനെ പോലീസ് വണ്ടിയുടെ മുമ്പിൽ കെട്ടി കവചമാക്കി പോകേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നേരത്തെ TP ശ്രീനിവാസൻ പറഞ്ഞ അതേ വാചകമാണ്, എവറിത്തിങ് ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ എന്നാണ്. അപ്പോൾ കശ്മീരികൾ തിരിച്ചു ചോദിച്ച ചോദ്യം, കശ്മീരികളോട് നിങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണോ എന്നാണ്. ആ നിലയിൽ കശ്മീരിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കില്ല. കേന്ദ്ര സർക്കാരിന് വ്യക്തതയുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്യേണ്ടത് ഏകദേശം അതിൻ്റെ സമയമായി കഴിഞ്ഞു. കാശ്മീരിൽ ഗവർണർ ഭരണം ഏർപ്പെടുത്തണം. കാശ്മീരിൽ ഇപ്പോൾ ഉള്ള ഈ അഡ്ജസ്റ്റ്മെൻറ്റുമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. PDP BJP കൂട്ടുകെട്ട് വിചാരിച്ച പോലെ ഒരു വിജയമല്ല. പരാജയം എന്ന് ഞാൻ പറയില്ല,
പക്ഷേ വിചാരിച്ച മാതിരി വിജയിച്ചില്ല എന്നുള്ളതാണ് സത്യം. അത് രാം മാധവ് തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. പുതിയ കാര്യമൊന്നുമല്ല. ഒരു മാസം മുമ്പ് തന്നെ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങൾ വിചാരിച്ച രീതിയിലൊരു സക്സസ് അല്ല ആ അലയൻസ്. പക്ഷേ ആ അലയൻസിൻ്റെ കുറ്റം കൊണ്ടല്ല കാശ്മീരിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. കാശ്മീരിൽ പ്രശ്നങ്ങളുണ്ടാകുന്ന ഒരു സിംഗിൾ പോയിൻ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ കുറവ് കൊണ്ടാണ്. ചില സ്ഥലത്ത് ചില സമയത്ത് ഗവർണർ ഭരണം മാത്രമേ പരിഹാരമുള്ളൂ എന്നുള്ള സ്ഥിതി വരും. അത് 89-ൽ കാശ്മീരിൽ വന്നിരുന്നു. അതിനു മുമ്പും വന്നിരുന്നു. ജവഹർലാൽ നെഹ്റു അത് ചെയ്തിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി ചെയ്തു, രാജീവ് ഗാന്ധി ചെയ്തു. ഒരു പക്ഷേ നരേന്ദ്രമോദിക്കും അത് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ശ്രീ രാഹുലേശ്വർ, ഞാൻ തിരിച്ച് ആദ്യത്തെ വിഷയത്തിലേക്ക് തന്നെ വരുന്നു. അതായത് പാകിസ്ഥാൻ്റെ അതിർത്തി സുരക്ഷ കാക്കുന്ന ഒരു വിഭാഗം സൈനികരുണ്ട്. ആ സൈനികർ എന്ന് പറയുന്നത് വെറും സൈനികരല്ല, അവർ തീവ്രവാദികളെ കൂടി ഒപ്പം ചേർത്തിട്ടാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള ഈ തരത്തിലുള്ള അക്രമങ്ങൾ നടത്തുന്നത്. ഇതാ ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. 200 മീറ്റർ ഇപ്പുറത്തേക്ക് വന്ന് ഇന്ത്യൻ സൈനികരുടെ ബോഡി, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ജീവിച്ചിരുന്നിരിക്കാം, അവരെ കൊല്ലുകയും അവരുടെ മൃതദേഹം വികൃതമാക്കുകയും ചെയ്തു. അതിലൂടെ ഒരു സന്ദേശം ഇന്ത്യക്ക് കൈമാറാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വ്യത്യസ്ത കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു ബാക്ക് ചാനൽ ഡോർ തുറന്നിരിക്കുന്നു. പ്രത്യേകിച്ച് നവാസ് ഷെരീഫ്, സിവിലിയൻ ഗവൺമെൻറ്റും ഇന്ത്യയും തമ്മിലൊരു ഒരു ബാക്ക് ഡോർ ഡിപ്ലോമസിയുടെ വാതിൽ തുറന്നിടാൻ ശ്രമിക്കുന്നു എന്ന് പാകിസ്ഥാൻ ആർമിക്ക് തോന്നുകയും അത് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ തരത്തിലുള്ള ഒരു ആക്രമണം പദ്ധതിയിട്ടിരിക്കുന്നത് എന്നുമാണ് പറയുന്നത്. ഇനി ഒരിക്കൽ പോലും നവാസ് ഷെരീഫിന് ഇന്ത്യയുമായി, അല്ലെങ്കിൽ ഇനി കുറഞ്ഞ ഒരു കാലത്തേക്കെങ്കിലും ഇന്ത്യയുമായി ഏതെങ്കിലും തരത്തിലുള്ള സംഭാഷണം ഓപ്പൺ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം പാകിസ്ഥാൻ ആർമി സൃഷ്ടിക്കുന്നു എന്നാണ് പറയുന്നത്. ഏത് തരത്തിലാണ് ഇന്ത്യ ഇതിന് മറുപടി നൽകേണ്ടത് എന്നാണ് താങ്കളെ പോലുള്ളവരുടെ അഭിപ്രായം? ഒരു സാധാരണ ഇന്ത്യക്കാരെന്ന നിലയിൽ പ്രേം സാഗറിനും പരംജിത് സിംഗിനും പ്രണാമം അർപ്പിച്ചുകൊണ്ട് മുമ്പ് സൗരഭ് കാലിയയ്ക്ക് ഇതേപോലെ വളരെ ക്രൂരമായ ധാരാളം പീഡനങ്ങൾ ഇടപെടേണ്ടി വന്നു. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലേക്ക് പോകുമെന്ന് ശ്രീമതി സുഷമ സ്വരാജ് സുപ്രീം കോടതി അനുവദിച്ചാൽ പോകുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വന്നിരുന്നു. പലപ്പോഴും വേണ്ട രീതിയിൽ ഈ വിഷയം ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ഒരു പൊളിറ്റിക്കൽ പ്രഷർ ബിൽഡ് ചെയ്യാൻ നമുക്ക് തീർച്ചയായും കഴിയണം. പാകിസ്ഥാനെ അന്താരാഷ്ട്ര രംഗങ്ങളിൽ ഒരുപക്ഷെ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തോട് കമ്പയർ ചെയ്യുകയല്ല, എന്നിരുന്നാൽ പോലും ഇസ്രായേലിനെതിരെ അറബ് ലോബികൾ എടുക്കുന്ന രീതിയിലുള്ള ബോയ്കോട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പാകിസ്ഥാനെ അന്താരാഷ്ട്ര മേഖലയിൽ ഒരു ഫെയിൽഡ് സ്റ്റേറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന എപ്പിസെന്റർ ഓഫ് ഗ്ലോബൽ ടെററിസം എന്ന് വിളിക്കാൻ പോലും കഴിയുന്ന തരത്തിലേക്ക് പാകിസ്ഥാൻ മാറുകയാണ് എന്ന് അന്താരാഷ്ട്ര രംഗത്ത് ചൂണ്ടിക്കാണിക്കണം. നരേന്ദ്രമോദി വന്നതിന് ശേഷം സൗഹാർദ്ദത്തിന്റെ കൈകൾ പരസ്പരം പാകിസ്ഥാന് നേരെ ഉയർത്തിക്കൊണ്ടായി അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന എല്ലാ ഹിന്ദു വലതുപക്ഷ കക്ഷികളെയും പിണക്കിക്കൊണ്ട് ശിവസേന അടക്കമുള്ളവരുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് നവാസ് ഷെരീഫിനെ സാർക്കിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ സ്വയറിംഗ് ഇന്നിംഗിന് വിളിച്ചു. അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് എത്തി അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് സാരി കൊടുക്കുന്നതടക്കം എല്ലാവിധ സോഫ്റ്റ് പോസ്റ്ററിംഗ്സും ഇന്ത്യ ചെയ്തെങ്കിലും ഒരു കാരണവശാലും മൾട്ടിപ്പിൾ പവർ സെന്റേഴ്സ് ഉള്ള പാകിസ്ഥാൻ എന്ന ഡിസിന്റഗ്രേറ്റ് ചെയ്യും എന്ന് പലരും പറയുന്ന ഒരു ഫെയിൽഡ് സ്റ്റേറ്റിന്റെ അറ്റം എത്തി നിൽക്കുന്ന ഈ രാജ്യത്തെ എക്സ്പോസ് ചെയ്യാൻ നമുക്ക് കഴിയണം. ശ്രീ അജിത് ഡോവൽ ബലൂചിസ്ഥാന്റെ കാര്യത്തിൽ ഒരു പോളിസി പറഞ്ഞതുപോലെ ബലൂചിസ്ഥാൻ കുറെ കൂടെ വലിയൊരു മെഷറുള്ള കാര്യമാണ്. ഇഫ് ദേ ഡു വൺ മോർ ബോംബെ ദേ വിൽ ലൂസ് ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ അജിത് ഡോവലിന്റെ ധൈര്യസമേതം ഇത് മുമ്പോട്ട് പോവുകയും ഈ വിഷയത്തിന് ഒരുപക്ഷെ BJP ഗവൺമെന്റ് ഇരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ കുറെ കൂടെ നാഷണലിസ്റ്റിക് എന്ന് വിളിക്കുന്ന ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യില്ല എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഇരിക്കുമ്പോൾ മാത്രമേ ഒരു സൊല്യൂഷൻ സാധ്യമാവുകയുള്ളൂ. സ്ട്രോങ് ആയ ഒരു സൊല്യൂഷൻ മുമ്പിലേക്ക് എടുത്ത് പോകാൻ രാജ്യത്തിന്റെ മൂഡ് കറക്റ്റാണ്. ഒരു കാര്യം കൂടെ രാഷ്ട്രീയ ഭേദമില്ലാതെ പറയട്ടെ, ഷർമൽ ഷെയ്ഖിൽ പോയി ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ അനുകൂലമായി പ്രസ്താവന അല്ലെങ്കിൽ കൺസീഡ് ചെയ്ത മൻമോഹൻ സിംഗിനേക്കാൾ എന്തുകൊണ്ടും പീസ് ശ്രമിച്ച എന്നാൽ പീസ് നിക്കുകൾക്ക് വഴങ്ങാത്ത ഒരു സ്ട്രോങ് പോസ്റ്ററിംഗ് ഉള്ള നരേന്ദ്രമോദി തന്നെയാണ് ഇന്ത്യക്ക് അഭികാമ്യം. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് എലിമെന്റ് ഓഫ് സർപ്രൈസോടുകൂടി സർജിക്കൽ സ്ട്രൈക്കോ സമാനമായ ഒരു നടപടിയാണ് ഒരു സാധാരണ ഇന്ത്യക്കാരൻ പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഇന്ത്യൻ വ്യവസായി സജ്ജൻ ജിൻഡാൽ നവാസ് ഷെരീഫിനെ കാണാൻ പോകുന്നു. അപ്പോഴേക്കും പാകിസ്ഥാൻ ആർമി ഇത് കുൽഭൂഷൺ ജാദവിൻ്റെ പ്രശ്നത്തിലുള്ള ഒരു ബാക്ക് ചാനൽ ഡിപ്ലോമസിയാണ് എന്ന് കരുതുന്നു. ആ ഘട്ടത്തിലാണ് ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളാക്കുന്ന വിധത്തിൽ 2 സൈനികരെ കൊല്ലുക മാത്രമല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു എന്തെങ്കിലും ഒരു ഡിപ്ലോമാറ്റിക് വേ ഔട്ട് ഉണ്ട് എന്ന് തോന്നിക്കുന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യണം എന്നുള്ള പാകിസ്ഥാൻ ആർമിയുടെ, കാരണം അവർക്ക് 2-3 കാരണങ്ങൾ അതിനുണ്ട്. ഈ ഘട്ടത്തിൽ
പാകിസ്ഥാൻ ആഭ്യന്തര കുഴപ്പം കശ്മീരിൽ സൃഷ്ടിക്കുന്നതിൽ ഒരു പരിധിവരെ വിജയിച്ചിരിക്കുന്നു. മാത്രമല്ല ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ വിജയത്തിലെത്തി നിൽക്കുന്നു. അതുകൊണ്ടൊരു ട്രഡീഷണലായി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ പോലും പാകിസ്ഥാന് ചൈനയുടെ സഹായം ലഭിക്കുമെന്നും അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ളൊരു ബലാബലം ഇനി നോക്കേണ്ടതില്ല എന്നും പാകിസ്ഥാൻ ആർമി കരുതുന്നു. അങ്ങനെ ഞങ്ങളാണ് ഇവിടെ കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്, അതിനിടയിൽ നവാസ് ഷെരീഫ് ഒന്നും ചെയ്യേണ്ട എന്നുള്ള സൂചനയാണോ ഇത്? അങ്ങനെയും ഒരു വ്യാഖ്യാനമുണ്ട്. ഇപ്പോൾ ജിണ്ടാൽ തുറന്നു എന്ന് പറയുന്ന ആ പിന്നാമ്പുറ നയതന്ത്രം അത് നവാസ് ഷെരീഫിനെ ശക്തിപ്പെടുത്തും, അല്ലെങ്കിൽ ഇന്ത്യ പാക് ബന്ധങ്ങളെ ശക്തിപ്പെടുത്തും എന്ന ഒരു അവസ്ഥയിലാണ് നവാസ് ഷെരീഫിനെ തീരെ ദുർബലനാക്കുന്ന രീതിയിൽ അതിർത്തിയിൽ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം നരേന്ദ്രമോദിയുടെ സർപ്രൈസ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവിടെയുള്ള സർപ്രൈസ് വിസിറ്റ് ഉൾപ്പെടെ. പക്ഷെ അങ്ങനെ ഒരു നല്ല ബന്ധം ഉണ്ടാകുമ്പോൾ ആ ബന്ധം ഇല്ലാതാക്കുന്നതിനുള്ള പരിശ്രമം സ്വാഭാവികമായും പാകിസ്ഥാനിൽ ഉണ്ടാകുന്നു. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഒഴിവാക്കാനാവാത്ത അജണ്ടയായി അത് മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ വാർത്ത കൂടി വന്നു കഴിയുമ്പോൾ സമീപകാലത്ത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം സാധാരണഗതിയിലാകുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ അവിടെയുണ്ട്. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിലും നമ്മെ സംബന്ധിച്ച് അങ്ങനെ ക്ഷമിക്കാനോ വിട്ടുകളയാനോ കഴിയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സർജിക്കൽ അറ്റാക്ക് പോലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഫലം തരുന്ന എന്തെങ്കിലും ഒരു പ്രതികാര നടപടി അത് ഇന്ത്യൻ ജനത പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു, സാധാരണഗതിയിലാക്കാൻ പരിശ്രമിച്ചിരുന്നു എന്ന് കരുതപ്പെട്ടിരുന്ന ഉഭയബന്ധങ്ങൾ അത് വല്ലാതെ ഇല്ലാതെയായി പോകും എന്നുള്ള ഉറി ആക്രമണത്തിന് ശേഷം, അതായത് 19 പേരെ കൊന്ന ഉറി ആക്രമണത്തിന് ശേഷമാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. നമ്മളത് നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് പുറം ലോകത്തെ അറിയിക്കുന്നത്. പാകിസ്ഥാൻ അതിനെ ഡിഫെൻഡ് ചെയ്തു, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഇത് വീരവാദം മാത്രമാണ് എന്ന്. ഇപ്പോൾ പാകിസ്ഥാൻ അത് പ്രതീക്ഷിക്കുന്നുണ്ടാകും. ഇങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് മോദിയെ സംബന്ധിച്ചിടത്തോളം നടത്തണമെങ്കിൽ മാത്രമേ മോദിക്ക് ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് പാകിസ്ഥാൻ സ്വാഭാവികമായും അവിടെ സ്വയം കരുതൽ ഏറ്റെടുത്തിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു കരുതലുള്ളപ്പോൾ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുകയും അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയും ചെയ്യുന്നതിന് സ്വാഗതം ചെയ്യുന്ന ആളാണോ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ താങ്കൾ? അല്ല, ഞാൻ ഒരിക്കലും അത്തരത്തിലുള്ള പ്രതികാര നടപടിയെ അത് രാജ്യങ്ങൾ തമ്മിലായാലും വ്യക്തികൾ തമ്മിലായാലും സ്വാഗതം ചെയ്യുന്ന ആളല്ല. പക്ഷേ രാജ്യത്തെ സംബന്ധിച്ച് ആ രാജ്യത്തിൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമുണ്ട്, ജനങ്ങൾ ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ മൻമോഹൻ സിംഗും AK ആൻ്റണിയും അവരാണല്ലോ ഒരു കാലത്ത് കാര്യങ്ങൾ നോക്കിയിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം നരേന്ദ്രമോദിയിൽ നിന്നും ഇപ്പോഴത്തെ അരുൺ ജെയ്റ്റ്ലിയിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി അതിൻ്റെ ഖ്യാതി അത് ആവോളം ആസ്വദിച്ച ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇനി അങ്ങനെ പിന്നോട്ട് പോകാൻ കഴിയുക? പക്ഷേ സർജിക്കൽ സ്ട്രൈക്ക് അന്ന് പാകിസ്ഥാൻ നിഷേധിച്ചെങ്കിലും അത് അവരുടെ ആവശ്യമായിരിക്കാം. എല്ലാ കാലത്തും പാകിസ്ഥാൻ അത് ഒരു നിഷേധത്തിൻ്റെ ഡിനയൽ മൂഡിൽ അതങ്ങനെ വകവച്ചു തരും എന്ന് കരുതാൻ നിവൃത്തിയില്ല. അപ്പോൾ അവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട്. അത്തരത്തിൽ ഈ ബന്ധങ്ങൾ വഷളാകുന്നത് വളരെ ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. ശ്രീ മോഹൻദാസ്, എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഒരു മുഴുവൻ സമയ പ്രതിരോധ മന്ത്രി ഇല്ലാത്തത് എന്നത് സംബന്ധിച്ചൊരു ഉത്തമമായ ഉത്തരം നരേന്ദ്രമോദി ഈ ഘട്ടത്തിൽ തരാൻ ബാധ്യസ്ഥനല്ലേ? മനോഹർ പരീക്കർ എന്ന് പറയുന്നയാളെ പ്രതിരോധ മന്ത്രാലയത്തിലേക്ക് ഗോവയിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരികയായിരുന്നു. അപ്പോഴാണ് രാഷ്ട്രീയമായ ആവശ്യം. ഗോവയിൽ കുതിരക്കച്ചവടത്തിന് കൂടുതൽ അഭികാമ്യനാകുന്ന അതേ മരയമകർ ചേർക്കുന്നു, അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. മാസങ്ങൾ പിന്നിടുകയാണ്. ഇപ്പോഴും നമുക്കൊരു മുഴുവൻ സമയ പ്രതിരോധ മന്ത്രി ഇല്ല എന്നുള്ളതാണ്. കശ്മീരിന് വേണ്ടി ഒരു നയമില്ല ഈ സർക്കാരിന്, ആഭ്യന്തര കുഴപ്പങ്ങൾ വഷളാകുന്നിടത്തേക്ക് ഒരു നയമില്ല ഈ സർക്കാരിന് എന്നുള്ള പ്രതിപക്ഷ ആരോപണം ഇത്രണ്ട് വ്യാപിക്കാൻ കാരണം. അല്ല, ഈ നയമില്ല എന്നുള്ളത് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. ഇന്ത്യക്ക് ഒരു മുഴുസമയ ഡിഫൻസ് മിനിസ്റ്റർ തീർച്ചയായിട്ടും വേണം. അത് ഏറ്റവും വേഗം തന്നെ വേണം. അക്കാര്യത്തിൽ ആ ആവശ്യത്തോട് അതിൻ്റെ കൂടെ നിൽക്കുന്നവനാണ് ഞാൻ. അത് ഏറ്റവും വേഗം തന്നെ പ്രധാനമന്ത്രി നടപ്പിലാക്കും എന്നാണ് എൻ്റെ വിശ്വാസവും. പക്ഷേ അതില്ലാത്തത് കൊണ്ട് കാശ്മീരിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് കൂടുതലായിട്ട് സംഭവിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കാശ്മീരിൽ ഒരു ഡേ ടു ഡേ ഇടപെടലൊന്നും ഡിഫൻസ് മിനിസ്റ്ററിൻ്റെ ആവശ്യമില്ല.
ഏകദേശം പട്ടാളത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു കശ്മീരിൽ ഏരിയയാണ് ഉണ്ടാകില്ല, കാശ്മീർ. പക്ഷേ നമ്മുടെ അതിർത്തി നിയന്ത്രണ രേഖയിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അതിർത്തി നിയന്ത്രണ രേഖയിൽ സമ്പൂർണമായ സ്വാതന്ത്ര്യം പട്ടാളത്തിന് വേണ്ട സമയത്ത് വേണ്ട തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം അന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെയാണ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം സൈന്യത്തിനുണ്ട് എന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇവിടെ നിരന്തര നിരീക്ഷണം ഉണ്ടാകേണ്ട മേഖലയാണ് അല്ലെ, ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ സ്ഥലം എന്ന് ബിൽ ക്ലിന്റൺ പറഞ്ഞ മേഖലയാണ് ജമ്മു കാശ്മീരിന്റെ അതിർത്തി മേഖല. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ആ അപ്പോയിന്റ്മെന്റ് കാര്യത്തിൽ ഞാൻ യോജിക്കുന്നത്. താങ്കൾ ടി.പി. ശ്രീനിവാസൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ, അതായത് നവാസ് ഷെരീഫിനെതിരെ സുപ്രീം കോടതിയിൽ അഴിമതി ആരോപണം വരികയും സുപ്രീം കോടതി അത് അംഗീകരിച്ച് മുന്നോട്ട് പോവുകയും അദ്ദേഹത്തിൻ്റെ രാജി ഒഴിവാക്കി കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അവിടെ സ്വതന്ത്ര നിരീക്ഷണങ്ങൾ വന്നിട്ടുള്ളത്. പാകിസ്ഥാനിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക. ആർമി പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് നൽകുന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇത് എന്നുള്ളതാണ്. അപ്പോൾ സമാനമായ വിധത്തിലാണ് ഞാൻ നേരത്തെ സഞ്ജയ് ജിൻഡാലിൻ്റെ ഉദാഹരണവും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ആ നിലയിൽ പാകിസ്ഥാൻ ആർമിക്ക് കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നത് ഈ പറയുന്ന മൃതദേഹം വികൃതമാക്കുന്നതിൽ ഈ നടപടിയിലൂടെ ഉണ്ടോ? അത് എന്ന് വേണം നമ്മൾ സംശയിക്കാനുള്ളത്. കാരണം പാകിസ്ഥാനുള്ളിലെ എന്ത് സംഭവങ്ങളുണ്ടായാലും പലപ്പോഴും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ ആർമിയും നവാസ് ഷെരീഫുമായി പവർ സ്ട്രഗിൾ ഉണ്ടെന്നാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹം ഒരു അഡ്വൈസറെ മാറ്റിയത് ആർമി എതിർക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷത്തിൽ ഈ പുറം ചർച്ചകൾ എന്ന് പറയുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അതെല്ലാ കാലത്തും നടന്നുകൊണ്ടിരുന്നിരുന്നു. അതിലൊരു പുതിയ കാൽവയ്പൊന്നും ഇപ്പോഴുണ്ടായിട്ടില്ല. പക്ഷേ ആർമി കാണിക്കുന്നത് നവാസ് ഷെരീഫിനേക്കാളും ശക്തി അവർക്കാണ് എന്ന് കാണിക്കുകയും പലപ്പോഴും അത് കാണിക്കുകയും അതനുസരിച്ച് നവാസ് ഷെരീഫിന് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുമുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ അതുകൊണ്ട് നവാസ് ഷെരീഫ് ഒരു ശക്തമായി ഇന്ത്യയോട് അല്ലെങ്കിൽ ഒരു നിലമെടുക്കുമെന്നോ ഇന്ത്യക്ക് വേണ്ടി എന്തെങ്കിലും കൺസെഷൻ കൊടുക്കുമെന്നോ നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. അപ്പോൾ അതിൻ്റെ സാഹചര്യത്തിൽ വേണം ഇതിനെ കാണാനായിട്ട്. പക്ഷേ ഇൻ്റർനാഷണലി നമുക്ക് പാകിസ്ഥാനെ ഐസൊലേറ്റ് ചെയ്യാം എന്നുള്ള അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. കാരണം പാകിസ്ഥാൻ്റെ സ്ഥിതി ഇപ്പോൾ നോക്കിയാൽ കുറേ കൂടി അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ സ്ഥിതി കുറച്ചുകൂടെ ബെറ്റർ ആണെന്നാണ് കാണുന്നത്. കാരണം അഫ്ഗാനിസ്ഥാൻ്റെ കാര്യത്തിൽ പാകിസ്ഥാനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ തന്നെ നയം. ചൈനക്കാരും അഫ്ഗാനിസ്ഥാനെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വിദേശ കാലത്ത് ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് അതിനെപ്പറ്റി സംസാരിച്ചത് കൊണ്ട് നമുക്ക് ഏറ്റവും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്നോ പാകിസ്ഥാന് നഷ്ടമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു പിണക്കം എന്നുള്ളതിൽ കവിഞ്ഞ് ലോകം കാണുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ ഈ ലോകത്തിൻ്റെ ശ്രദ്ധയിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ആയാലും ചൈനയുടെയും ശ്രദ്ധയിൽ വളരെ പ്രധാനപ്പെട്ട രാജ്യമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫെയിൽ സ്റ്റേറ്റ് ആണെന്നൊക്കെ നമ്മൾ വിചാരിച്ച് നമ്മൾ അഭിമാനിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളുടെ ഡിഫൻസ് നമ്മൾ തന്നെ ചെയ്യണം. അത് ചെയ്യുന്നതിൽ ആരും നമ്മളെ കുറ്റം പറയുകയില്ല. പക്ഷെ മറ്റുള്ളവരിൽ നിന്ന് ഒരു സപ്പോർട്ട് പിന്താങ്ങലൊന്നും നമ്മൾ ഇക്കാര്യത്തിൽ പ്രതീക്ഷിച്ചുകൂടാ. നമ്മൾ ശക്തമായി ഇതിനെ നേരിടേണ്ട തീരുമാനമെടുക്കേണ്ടത് നമ്മുടെ ഗവൺമെൻറ്റും സൈന്യവും തന്നെയാണ്. പക്ഷേ ഇന്ത്യക്ക് ഓപ്ഷൻസ് എന്താണ്? രണ്ട് ആണവ ആയുധങ്ങളുള്ള രാഷ്ട്രങ്ങൾ ഇപ്പോൾ എക്കണോമിക് കോറിഡോറിൻ്റെ പേരിൽ ചൈനയുടെ പൂർണ്ണ സഹായം ലഭിക്കുന്നു എന്ന് പാകിസ്ഥാൻ ആർമി തന്നെ സമ്മതിക്കുകയും അതുകൊണ്ട് തന്നെ ഈ പരമ്പരാഗത ബലാബലത്തിൽ ഇപ്പോൾ പാകിസ്ഥാന് ആ പറയുന്ന ദൗർബല്യങ്ങളില്ല, ഏത് നിലയിലും ചൈനയുടെ സഹായം തങ്ങൾക്ക് ലഭിക്കും എന്നവർ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ളൊരു നേരിട്ടുള്ളൊരു കോൺഫ്രണ്ടേഷൻ അവർ മടിക്കുന്നുമില്ല. ഈ നിലയിൽ ഇന്ത്യയുടെ സാധ്യതകൾ എന്താണ്? നമ്മുടെ ഓപ്ഷൻസ് നമുക്ക് അറിയാമല്ലോ. പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം ഒരു ആണവ യുദ്ധത്തിലേക്കൊന്നും ഇന്ത്യയും പാകിസ്ഥാനും പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് നമ്മൾ അനുവദിക്കുകയില്ല. നമ്മൾ മറ്റുള്ളവർ വേണമെന്ന് വിചാരിച്ചാൽ പോലും, നമ്മൾ ആവശ്യപ്പെട്ടാൽ വേണമെന്ന് വെച്ചാൽ പോലും അത് നടക്കാൻ ലോകം നമ്മളെ സമ്മതിക്കില്ല. കാരണം ഒരു ആണവ യുദ്ധം ഒരു കാര്യത്തിലും ഇപ്പം തന്നെ നോർത്ത് കൊറിയയിൽ കണ്ടില്ലേ, അത് മാറുകയല്ലായിരുന്നു. ട്രംപ് ഓടിപ്പോയി ചൈനീസ് പ്രസിഡന്റിനെ കണ്ട് സമാധാനം പാലിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. യുദ്ധം ഉണ്ടാകുമെന്നൊക്കെ പറയുമെങ്കിലും യുദ്ധം ഉണ്ടാകുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഇന്ത്യയിൽ ഉണ്ടാവുകയില്ല. പക്ഷേ അതേസമയം തന്നെ ഈ ലോക്കൽ കോൺഫ്ലിക്ട്സ് തുടരുക തന്നെ ചെയ്യും. അതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു, എങ്ങനെ ജനാഭിപ്രായം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതിലായിരിക്കും നമ്മുടെ വിജയം. അല്ലാതെ വലിയ ഓപ്ഷൻസ് ഒന്നും നമുക്കില്ല. ആ ലിമിറ്റേഷൻസ് കണക്കാക്കിക്കൊണ്ട് വേണം
പക്ഷേ വേണ്ടത് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കാശ്മീരിലെ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കുകയാണ്. അത് പ്രസിഡൻഷ്യൽ ഭരണമായെന്ന് വരാം, മറ്റു തരത്തിലുള്ള എന്തെങ്കിലും അറേഞ്ച്മെൻ്റ് ആണെന്ന് വരാം. എന്തായാലും PDP BJP കോയലിഷൻ ഫലിക്കുന്നില്ല എന്ന് നമ്മളെല്ലാം സമ്മതിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊരു ഓൾട്ടർനേറ്റീവ് കണ്ടിട്ട് ഓട്ടോണമിയുടെ ചർച്ചകളിലേക്ക് നീങ്ങുകയാണ് കാശ്മീരിൽ ചെയ്യേണ്ടത്. അതിന് തീർച്ചയായിട്ടും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിലും വേണ്ട തരത്തിലുള്ള ഒരു പ്രഭാവം ഉണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. സാധാരണഗതിയിൽ ഈ ഒരു അന്തരീക്ഷത്തിൽ തീവ്രവാദത്തിനെതിരെ ശക്തമായ ലോകവികാരം നിലനിൽക്കുന്ന ഘട്ടത്തിൽ നമുക്ക് പാകിസ്ഥാനെ പൂർണ്ണമായും പ്രതിസ്ഥാനത്ത് നിർത്താൻ കഴിയേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള സംഭവങ്ങൾ നോക്കുക. കശ്മീരിൽ ചരിത്രത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയാണ്. ശ്രീനഗറിലെ തെരഞ്ഞെടുപ്പ് 5% എന്ന് താങ്കൾക്കറിയാം. അനന്ത്നാഗിൽ തെരഞ്ഞെടുപ്പേ വേണ്ട എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പെൺകുട്ടികൾ പോലും ഇപ്പോൾ പോലീസിനെതിരെയും പട്ടാളത്തിനെതിരെയും കല്ലെറിയുന്ന ഒരു സാഹചര്യമുണ്ട്. കശ്മീരിലെ എല്ലാ മേഖലകളും ഒരു ഘട്ടത്തിൽ ഒരു മേഖലയിൽ മാത്രമായിരുന്നു എങ്കിൽ ഇപ്പോൾ ഏതാണ്ട് എല്ലാ മേഖലകളിലും അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ആൻറ്റി ഇന്ത്യ മുദ്രാവാക്യങ്ങളും വീഡിയോകളും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഏറ്റവും ഒടുവിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് വീണ്ടും പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു പാകിസ്ഥാൻ അനുകൂലമായിട്ട്. നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ എല്ലാം അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള സമീപനം തന്നെയാണ് ട്രംപ് സ്വീകരിക്കുന്നത്. ചൈന കൂടുതൽ സഹകരണം ഉറപ്പുവരുത്തുന്നു. ഇതൊന്നും മുൻപില്ലാത്ത സാഹചര്യമാണ്. അതായത് നമുക്ക് ഉണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മളൊരു വലിയ രാഷ്ട്രമാണ്, നമുക്ക് കുറെ കൂടി ശക്തമായ ഒരു മിലിറ്ററി ഉണ്ട്, നമുക്ക് ഈ തീവ്രവാദത്തിനെതിരെ നമ്മൾ പറയുമ്പോൾ കൂടുതൽ ആളുകൾ കേൾക്കുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് തോന്നലില്ലേ? അല്ല, തീർച്ചയായിട്ടും നമുക്ക് സാധാരണഗതിയിൽ പ്രതികരിക്കാവുന്ന അവസ്ഥയല്ല കാശ്മീരിലുള്ളത്. കാശ്മീരെ സംബന്ധിച്ച് എനിക്ക് വ്യത്യസ്തമായൊരു നിലപാട്, BJPയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ നിലപാടുള്ളത്. കാശ്മീരിൽ ജനാധിപത്യം പൂർണ്ണമായ തോതിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. ഇപ്പം നമ്മളിപ്പോൾ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു, അനന്തനാഗ് ഏറ്റവും ഒടുവിൽ വന്നത്. പക്ഷേ അതിനർത്ഥം നമ്മൾ പൂർണ്ണമായും കാശ്മീരിനെ കൈയൊഴിയണം എന്നല്ല. കാശ്മീരിൽ ഭീകരപ്രവർത്തനം നടക്കുന്നുണ്ട്. ഇപ്പോൾ പെൺകുട്ടികൾ വരെ പട്ടാളത്തിനും പോലീസിനുമെതിരെ കല്ലെറിയുന്ന അവസ്ഥ വന്നു എന്ന് നികേഷ് പറയുകയുണ്ടായല്ലോ. പക്ഷേ അതെങ്ങനെ കൈകാര്യം ചെയ്യണം? അവരെ ഒരു ജനതയെ മുഴുവൻ ഭീകരവാദികളായി ചിത്രീകരിച്ചുകൊണ്ട് മുദ്രയടിച്ചുകൊണ്ട് സൈന്യത്തെ കടിഞ്ഞാണില്ലാതെ അയച്ചുവിടുന്ന ഒരു അവസ്ഥ, അവസ്പ നിയമത്തിൻ്റെയൊക്കെ നമ്മൾ ധാരാളം ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ആ രീതിയിൽ ഭീകരപ്രവർത്തകരായി ഒരു സംസ്ഥാനത്തെ ജനതയെ മുഴുവൻ മുദ്രയടിച്ചുകൊണ്ട് പട്ടാളത്തെ ഉപയോഗിച്ച് അവരെ അടിച്ചമർത്താം എന്നൊക്കെ കരുതിയാൽ അത് വ്യാപകമായിരിക്കും, അത് ഫലിക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ കാശ്മീരിലെ അല്ലെങ്കിൽ അതിർത്തിയിലെ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കുമ്പോൾ ഒന്ന്, കാശ്മീർ ജനതയെ നമുക്കൊപ്പം നിർത്താൻ നമുക്ക് കഴിയണം. അതിൽ നമ്മൾ വല്ലാതെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. പാകിസ്ഥാനെ നമുക്ക് അന്താരാഷ്ട്രമായി ഒറ്റപ്പെടുത്താം, മറ്റു രാഷ്ട്രങ്ങളുടെ സഹായത്തോടെ കീഴ്പ്പെടുത്താം എന്നൊക്കെ കരുതിയാൽ അത് നടക്കില്ല. കാരണം ലോകത്തെ സംബന്ധിച്ച് കൂടുതൽ ഗൗരവമുള്ള വിഷയങ്ങൾ ഇന്ന് നിലവിലുണ്ട്. കൊറിയ ഒരു വിഷയമാണ്, സിറിയ മറ്റൊരു വിഷയമാണ്. അങ്ങനെ ഗൗരവമുള്ള വിഷയങ്ങൾ നിൽക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ 2 സൈനികർ കൊല്ലപ്പെട്ടു എന്നത് ലോകത്തെ സംബന്ധിച്ച് ആകുലത ഉളവാക്കുന്ന ഒരു വാർത്തയല്ല. അവർക്ക് ഉത്കണ്ഠയും അതിലുണ്ടാകാൻ പോകുന്നില്ല. നമ്മെ സംബന്ധിച്ച് നമ്മുടെ ആത്മാഭിമാനം, നമ്മുടെ പ്രതിരോധം, അതിനെക്കുറിച്ചുള്ള അതിൻ്റെ അവസ്ഥ, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ പ്രതിരോധ മന്ത്രി ഫുൾ ടൈം ആവശ്യമുണ്ടോ എന്നും യുദ്ധമില്ലല്ലോ എന്ന് ചോദിക്കാം. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ഡിഫൻസ് പ്രതിരോധം എന്നത് പ്രത്യേകിച്ച് പാകിസ്ഥാനെ പോലെ ഒരു അയൽക്കാരൻ, പാകിസ്ഥാൻ എന്ന അയൽക്കാരനപ്പുറത്തുള്ളപ്പോൾ അത് ഗൗരവമായി കാണേണ്ട ഒന്ന് തന്നെയാണ്. അത് അതിർത്തിയിൽ അയൽ രാജ്യത്തെ പ്രകാരം കീഴ്പ്പെടുത്താം അല്ലെങ്കിൽ അവരുടെ ആക്രമണത്തെ തടുക്കാം എന്നതോടൊപ്പം തന്നെ കാശ്മീരിലെ ജനതയെ അവർ ഇന്ത്യക്കാരാണ്, ഇന്ത്യയുടെ ഭാഗമാണ് എന്ന ബോധ്യം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവരെ നമുക്ക് എപ്രകാരം നമ്മോടൊപ്പം നിർത്താൻ കഴിയും, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ രാഹുൽ ഈശ്വർ, അക്കാര്യത്തിൽ മോദി സർക്കാരിന് വീഴ്ച വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ BJP കരുതുന്നത് പോലെ BJPയുടെ ഒരു രീതിയുണ്ടല്ലോ കാര്യങ്ങളിൽ ഇടപെടുന്ന, അത് പൂർണ്ണമായും പരാജയപ്പെട്ടു കശ്മീരിൻ്റെ കാര്യത്തിൽ എന്ന കാര്യത്തിൽ താങ്കൾ യോജിക്കുന്നുണ്ടോ? നേരത്തെ പറഞ്ഞതുപോലെ രാം മാധവ് പറയുന്നത് എവറിത്തിങ് ഈസ് ഫെയർ ഇൻ വാർ ആൻഡ് ലവ് എന്നാണ്. അപ്പോഴാണ് കശ്മീരികൾ തിരിച്ചു ചോദിക്കുന്നത്, അവിടുത്തെ നേതാക്കൾ തിരിച്ചു ചോദിക്കുന്നത്, ഞങ്ങൾക്കെതിരെ നിങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണോ എന്ന്. നമുക്കറിയാം, ബുർഹാൻ വാനിയുടെ കൊലപാതകത്തിന് ശേഷം അല്ലെങ്കിൽ തീവ്രവാദി എന്ന പേരിൽ അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള രോഷം
ഇതുവരെ ഒതുക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞില്ല എന്നു മാത്രമല്ല ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. ജനാധിപത്യം പോലും അതോടെ നടപ്പാക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. ഇവിടെ BJP പ്രതിനിധിയായി വന്ന ശ്രീ TG മോഹൻദാസ് പോലും ആ സർക്കാർ പരാജയമാണ് എന്നും രാഷ്ട്രപതി ഭരണം മാത്രമാണ് ഇനിയൊരു സാധ്യത എന്നും പറയുന്ന നിലയിലേക്ക് പോകുമ്പോൾ അത് യഥാർത്ഥത്തിൽ BJP ഗവൺമെൻറ്റിൻ്റെ പരാജയമായി കാണണ്ടേ? ശ്രീ റാം മാധവ് അടക്കം സാധാരണഗതിയിൽ BJP എടുക്കുന്ന നിലപാടുകളിൽ നിന്ന് മാറി യു കനോട്ട് പുട്ട് പാട്രിയോട്ടിസം ടു ടെസ്റ്റ് എവറി ഡേ, എല്ലാ ദിവസവും ഒരു ജനതയുടെ രാജ്യസ്നേഹമൊന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല എന്ന് വളരെ പക്വമായ സെൻട്രിസ്റ്റ് എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന ഒരു പൊസിഷൻ ആ വിഷയത്തിൽ എടുക്കുന്നുണ്ട്. കാശ്മീരിന്റെ സങ്കീർണത നമുക്കറിയാം. പക്ഷേ പലപ്പോഴും ശ്രീനിവാസ് സാർ പറഞ്ഞ പോലെ ന്യൂക്ലിയർ സ്ട്രൈക്ക് ഒന്നും പോസിബിൾ അല്ല. നമുക്ക് വേണമെങ്കിൽ വെറുതെ പറയാമെന്നുള്ളതിനപ്പുറം ഒരു സ്ട്രൈക്ക് പോസിബിൾ അല്ല. പക്ഷേ നമ്മുടെ ആർസനലിലുള്ള, നമ്മുടെ ആവനാടിയിലുള്ള ഏറ്റവും വലിയ ആയുധങ്ങളിലൊന്ന് നമ്മുടെ സോഫ്റ്റ് പവറാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് അന്താരാഷ്ട്ര സമൂഹത്തിൽ ചെലുത്താൻ കഴിയുന്ന ഒരു കൾച്ചറൽ പവർ, ഒരു സോഫ്റ്റ് പവർ ഉണ്ട്. പാകിസ്ഥാൻ പലപ്പോഴും കാശ്മീരിലെ തീവ്രവാദ വിഭാഗങ്ങൾ ചിലപ്പോഴെങ്കിലും പ്രൊപ്പഗാൻഡ വാർഫെയർ അല്ലെങ്കിൽ അമേരിക്കൻ മിലിറ്ററി ടെക്നോളജിയിലെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വാർഫെയറിൽ നമ്മളെക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് ചിലപ്പോഴെങ്കിലും സത്യമാണ്. ദുർവ്യാഖ്യാനങ്ങൾ നൽകാനും ഇൻഫർമേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ വാർഫെയറിന്റെ കാര്യത്തിൽ നമ്മളുടെ ഭാഗം ലോകത്തിന് സമക്ഷം വെക്കാൻ വേണ്ട രീതിയിൽ നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞിട്ടില്ല എന്ന് ഒരു ഇന്ത്യക്കാരെന്ന രീതിയിൽ തോന്നലുണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര രാജ്യങ്ങളുടെ മുമ്പിൽ ഡിപ്ലോമാറ്റിക് ഒഫൻസീവ്, ശ്രീ ചിദംബരം ഉപയോഗിച്ച അജ്മൽ അസബ് കേസിന്റെ ശേഷം ഒരു ഡിപ്ലോമാറ്റിക് ഒഫൻസീവിന്റെ ആവശ്യം ചിലപ്പോഴെങ്കിലും ഉണ്ടാകുന്നുണ്ട്. അത്തരം ഓപ്ഷനുകൾ നമ്മൾ കണ്ണടയ്ക്കരുത്. ആ ഓപ്ഷനിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ലോകത്തിലെ പാശ്ചാത്യ രാജ്യങ്ങൾ പോലും ഫേവറബിൾ അല്ലാതെ കാണുന്ന, അതായത് പാകിസ്ഥാൻ പലപ്പോഴും അവർക്ക് വേണ്ടത് അവരുടെ നീഡ്സിന് വേണ്ടിയാണ്, അഫ്ഗാനിലും ഈ റീജിയനിലും ഒരു ഫുട് ഹോൾഡിന് വേണ്ടിയിട്ടാണ്, പാകിസ്ഥാനോടുള്ള ഇഷ്ടം കൊണ്ടല്ല. അതുകൊണ്ട് പാകിസ്ഥാനും അന്താരാഷ്ട്ര ഇസ്ലാമിസ്റ്റ് ടെററിസവും ഈ ലോകത്തിന്റെ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ പാകിസ്ഥാനെ നമ്മൾ ഫെയിൽ സ്റ്റേറ്റ് ആയി ബ്രാൻഡ് ചെയ്യണമെന്നല്ല, പക്ഷേ ഫെയിൽ സ്റ്റേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന രീതിയിലേക്ക് മറ്റ് പല രാജ്യങ്ങളും ഈ രീതിയിലേക്ക് പാകിസ്ഥാനെയോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ വരുവാണെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഒരു ഡിപ്ലോമാറ്റിക് ഒഫൻസീവിന്റെ ഓപ്ഷൻ നമുക്ക് വേണം. നമ്മളുടെ സൈഡിൽ ഇൻഫർമേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ വാർഫെയറിൽ ചിലപ്പോഴെങ്കിലും കുറെ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ചെയ്യണം. BJP PDP ഗവൺമെന്റ് പരാജയമാണ് എന്നൊന്നും തോന്നുന്നില്ല. പക്ഷേ പ്രതീക്ഷ കുറെ കൂടെ ഉണ്ടായിരുന്നു, കുറെ കൂടെ. അതായത് ആദ്യമായിട്ടാണ് ഈ രണ്ട് ഭാഗങ്ങളും, വാലിയും കാശ്മീരും ജമ്മുവും ഒരു പ്രത്യേക സിന്തസിസും സാമുദായികമായ അടക്കമുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ എത്തിയെന്നൊരു ധാരണയും അതൊരു പുതിയ പരീക്ഷണമാകും എന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു വന്ന കാര്യം ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഈ രീതിയിലുള്ള ഒരു സോഫ്റ്റ് പവറിന്റെ ഒഫൻസീവ് ഇന്ത്യയുടെ ആർസനലിലുണ്ട്. നമുക്ക് ന്യൂക്ലിയർ പവർ അല്ല, ഇപ്പോഴാണെങ്കിലും ആ സോഫ്റ്റ് പവറിന്റെ ഓപ്ഷൻ ഉപയോഗിക്കണമെന്നുള്ളതാണ് സാധാരണഗതിയിൽ ലോകകാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ. ഞാൻ താങ്കളിലേക്ക് മടങ്ങാം. ശ്രീ TP ശ്രീനിവാസൻ, ഇപ്പോൾ ഇന്ത്യ, ചൈന, റഷ്യ, അമേരിക്ക, ഈ ഒരു പവർ പില്ലേഴ്സ് ഉണ്ടല്ലോ, അതിനകത്ത് ഇന്ത്യ എല്ലാ കാലഘട്ടത്തിലും നല്ലൊരു ബാലൻസ് ആക്ട് പുലർത്തിയിരുന്നു. ഒരു ഘട്ടത്തിൽ റഷ്യ ഏത് സഹായവും ഇന്ത്യക്ക് നൽകാൻ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഏത് കാലാവസ്ഥയിലും നല്ല ബന്ധമായിരുന്നു നമുക്ക് റഷ്യയുമായി. പിന്നീട് അമേരിക്കൻ വശത്തേക്ക് ചായാൻ തുടങ്ങുമ്പോഴാണ് റഷ്യ പാകിസ്ഥാനിലേക്ക് സൈനിക പരിശീലനത്തിലേക്ക് അവരുടെ ഭടന്മാരെ അയച്ചത്. ആ ഘട്ടത്തിലാണ് ഇവിടെ ഉറിയിൽ ആക്രമണം നടന്നത്. എന്നിട്ട് പോലും അവർ തങ്ങളുടെ സൈനികരെ തിരികെ വിളിച്ചിട്ടില്ല. ഈ അമേരിക്കൻ ചായ്വ് പക്ഷേ വേണ്ട രീതിയിൽ ഫലം കണ്ടില്ല എന്ന തോന്നൽ ഉളവാക്കുന്ന വിധത്തിലാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ആ നിലയിലുള്ള ഒരു സമീപനമല്ല യഥാർത്ഥത്തിൽ അമേരിക്ക ഇന്ത്യയോട് സ്വീകരിച്ചിട്ടുള്ളത് എന്ന്. കൊറിയൻ പെനിൻസുലയിൽ 2 കൊറിയൻ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമെന്ന് തോന്നിയപ്പോൾ സൗത്ത് കൊറിയയ്ക്ക് ഡിഫൻസ് സിസ്റ്റം നൽകി അമേരിക്ക സഹായിച്ചിരുന്നു. സമാനമായ വിധത്തിലുള്ളൊരു സഹകരണം ഇന്ത്യയുമായി അമേരിക്കയ്ക്ക് ഉണ്ടാകില്ല എന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ ഉണ്ടാകേണ്ടതില്ല എന്ന് നമുക്കറിയാം. കാരണം അവർക്ക് അഫ്ഗാനിസ്ഥാൻ നയം അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ള പാകിസ്ഥാൻ സഹകരണം ആവശ്യമുള്ളത് കൊണ്ടുകൊണ്ട് നമ്മൾ ഈ തരത്തിൽ വളരെ ഡൈനാമിക്കായി വിദേശ നയത്തിൽ മാറ്റം വരുത്തുന്നത് ഇന്ത്യക്ക് പാകിസ്ഥാനോടുള്ള ഈ പറയുന്ന സ്ഥിരം ശത്രുത വിഷയത്തിൽ അതിനെ ബാധിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇന്നത്തെ ലോകരംഗത്തുണ്ടായിട്ടുള്ള ഒരു പ്രത്യേകത നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിശേഷിച്ചും ഭീകരവാദ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്, ഇപ്പോൾ ഏറ്റവും വലിയ ഭീകരവാദം ISIS ആണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. റഷ്യ പോലും കഴിഞ്ഞ സമ്മേളനത്തിൽ നമ്മൾ ഓർമ്മയുണ്ട്, അമൃത്സറിലുണ്ടായിരുന്ന സമ്മേളനത്തിൽ റഷ്യൻ അംബാസഡറാണ് ആദ്യമായിട്ട് പറഞ്ഞത് ഈ ക്രോസ് ബോർഡർ ടെററിസം ഒന്നും ഒരു പ്രശ്നമല്ല, അത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം എന്നേ ഉള്ളൂ, അതുകൊണ്ട് നമുക്കെല്ലാം യുദ്ധം ചെയ്യേണ്ടത് ISനെതിരെയാണ് എന്നാണ് റഷ്യ പറഞ്ഞത് ആദ്യമായിട്ട്. അത്
നമ്മൾ അമേരിക്കയോട് അടുത്തു എന്നതുകൊണ്ട് കാരണം കൊണ്ട് മാത്രമല്ല, അവരുടെ ലോക വീക്ഷണം തന്നെ മാറിയിരിക്കുകയാണ്. സിറിയയിൽ ഇത്രമാത്രം കാര്യമായി റഷ്യ ഇടപെട്ടത് തന്നെ അവർക്ക് IS-നോടുള്ള ഭയം കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയും റഷ്യയുമായി ഉണ്ടായിരുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നല്ലോ സിറിയയിൽ നടന്നിരുന്നത്. ഇപ്പോൾ അത് മാറിയത് കാരണം അമേരിക്ക അത് കയ്യിലെടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ നമ്മുടെ ഈ പ്രശ്നം, ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ ഇവർക്ക് വേണ്ടത്ര ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നില്ല. റഷ്യയ്ക്ക് പോലും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ അതെന്താണ്. അപ്പോൾ അവർ നമ്മളോട് പറയുകയാണ് ക്രോസ് ബോർഡർ ടെററിസം അല്ല ഇന്ന് ലോകത്തുള്ള പ്രശ്നമെന്ന്. അപ്പോൾ വാർ അഗൻസ്റ്റ് ടെറർ എന്നുള്ള ആ ഒരു ജോർജ് ബുഷിൻ്റെ ഒരു നയം ഇപ്പോൾ ഇല്ല എന്നുള്ളത് തന്നെയല്ല, അതിന് നമുക്ക് പങ്കുവഹിക്കാൻ കഴിയുമോ എന്നുള്ള സംശയം കൂടിയുണ്ട്. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ പെരുമാറ്റങ്ങളെ വിലയിരുത്തേണ്ടത്. കാരണം അവർക്ക് ശക്തമായി തോന്നുന്ന അവരുടെ സ്ഥിതി, ലോകത്തെ ഇന്നത്തെ സ്ഥിതി അവർക്ക് സഹായകരമാണ് എന്ന് മനസ്സിലുള്ളത് കൊണ്ടുകൂടിയാണ് അവർ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. പക്ഷെ അതുകൊണ്ട് അവർക്ക് എന്താണ് ഗുണമുണ്ടാകുക എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല. അപ്പോൾ അവരുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ ചൈന മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പൂർണ്ണമായും ഒപ്പമുണ്ട്. സമാനമായ വിധത്തിൽ ഇന്ത്യക്ക് റഷ്യ ഉണ്ടായിരുന്നു ഒരു പരിധിവരെയെങ്കിലും. പിന്നീട് അമേരിക്കൻ വശത്തേക്ക് നാം ചായാൻ ശ്രമിച്ചു. പക്ഷേ ട്രംപോടുകൂടി ട്രംപ് എന്താണ് ചിന്തിക്കുന്നതെന്ന് ട്രംപിന് തന്നെ അറിയുമോ എന്നറിയാത്ത വിധത്തിലാണ് ഉത്തര കൊറിയയുടെ മേലുള്ള അദ്ദേഹത്തിൻ്റെ സമീപനമെന്ന് താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചു. ഒരു ന്യൂക്ലിയർ വാർ ആണെങ്കിൽ പോലും ഞങ്ങൾ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ ആ ഭരണാധികാരിയെ പുകഴ്ത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കാര്യത്തിലും സമാനമായ സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഈ ആത്മവിശ്വാസത്തിൽ കഴമ്പില്ലേ, ഇന്ത്യ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഞങ്ങൾക്കെതിരെ എന്നുള്ള? ബാലൻസ് ഓഫ് പവർ മാറി എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. ഇപ്പോൾ റഷ്യയും ചൈനയും രണ്ട് വശത്ത് നിന്നുകൊണ്ട് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി അതിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ള വിചാരം നമ്മൾ തീർച്ചയായിട്ടും മാറ്റണം. അമേരിക്കയോട് ബന്ധം സ്ഥാപിച്ചതുകൊണ്ട് മാത്രമല്ല റഷ്യ അവരുടെ നിലപാട് മാറ്റിയത്. റഷ്യയുടെ നിലപാട് മാറ്റാൻ കാരണം അവർക്ക് IS-നോടുള്ള ഭയമാണ്. അതുപോലെ അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നങ്ങളുണ്ട്, അവരുടെ തന്നെ ചെച്നിയയിലെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ വെച്ച് നോക്കിക്കൊണ്ട് അവർ അഭിപ്രായം മാറിയിരിക്കുകയാണ്. പാകിസ്ഥാനെ യുദ്ധം ചെയ്യലല്ല, പാകിസ്ഥാനെ കൂടി കയ്യിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായത്തിലേക്ക് റഷ്യ മാറിയിരിക്കുകയാണ്. ചൈന പാകിസ്ഥാന് കൊടുക്കുന്ന പിന്താങ്ങൽ പണ്ട് മുതലേ ഉള്ളതാണ്, അതിൽ പുതിയതായിട്ടൊന്നുമില്ല. ഏത് സാഹചര്യത്തിലും എപ്പോഴും ചൈന പാകിസ്ഥാൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് റഷ്യയോട് സഹകരിക്കാൻ മുമ്പലത്തെ പോലെ കഴിയുകയില്ല. അമേരിക്കയുടെ നയം എന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള ഒരു അനിശ്ചിതാവസ്ഥയിലാണ് ഇന്ത്യൻ വിദേശ നയം എന്നുള്ളതെന്ന് നാം സമ്മതിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അതിന് സമയമെടുക്കും. ട്രംപും മോദിയുമായി സംസാരിച്ച് കഴിയുമ്പോഴേ നമുക്ക് അതിനെപ്പറ്റി ശരിയായൊരു പിക്ചർ കാണുകയുള്ളൂ. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാര്യത്തിൽ ഇന്ത്യയെ പേര് പറഞ്ഞ് വിമർശിക്കുകയായിരുന്നു ട്രംപ് ഇന്നലെ ചെയ്തത്. വളരെ തെറ്റായൊരു കാര്യമാണ്. ഇന്ത്യ അങ്ങനെയുള്ള തെറ്റൊന്നും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാര്യത്തിൽ ചെയ്തിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വികാരം അങ്ങനെ പ്രവർത്തിച്ചത് എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇന്ത്യ അമേരിക്കൻ ബന്ധങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു ലക്ഷ്യം ലഭിച്ചതിന് ശേഷമേ നമുക്ക് ഈ റഷ്യയുടെ ബന്ധവും അമേരിക്കൻ ചൈന ബന്ധങ്ങളൊക്കെ വിലയിരുത്താൻ കഴിയുകയുള്ളൂ. പാകിസ്ഥാൻ ബോർഡർ ആക്ഷൻ ടീം ചെയ്യുന്നത് ഇതാണ്: ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തുക, എന്നിട്ട് പാകിസ്ഥാൻ ആർമിയിലെ ഒരു വിഭാഗത്തിന് എന്താണോ ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ ചെയ്യേണ്ടത് അത് നടപ്പാക്കുക എന്നുള്ളതാണ്. അതാണ് ഇന്ന് 2 സൈനികരെ കൊല്ലുകയും അവരുടെ മൃതദേഹം വികൃതമാക്കുകയും ചെയ്തതിലൂടെ സംഭവിച്ചിട്ടുള്ളത്. ശ്രീ TG മോഹൻദാസ്, ഇങ്ങനെ ഒരു തെമ്മാടി രാഷ്ട്രം നമുക്ക് അയൽവക്കമായി കിട്ടിപ്പോയി. അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞത് നമുക്ക് സുഹൃത്തുക്കളെ തീരുമാനിക്കാം, പക്ഷേ അയൽരാജ്യത്തെ തീരുമാനിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ആ പ്രതിസന്ധിയിൽ തന്നെയാണ് ഓരോ ദിവസവും നമ്മൾ നിൽക്കുന്നത്. കൂടുതൽ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു വിഷയമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് BJP സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ ഗവൺമെൻറ് BJP സർക്കാരിൻ്റെ അല്ല, എക്കാലത്തെയും എല്ലാ സർക്കാരുകളുടെയും ഒരു പ്രശ്നമാണ് ഇന്ത്യ പാക് ബന്ധം. അതൊരിക്കലും ശാശ്വതമായിട്ട് പരിഹരിക്കപ്പെടും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പാകിസ്ഥാൻ്റെ നിലനിൽപ്പ് തന്നെ ഇന്ത്യയോടുള്ള ഇന്ത്യയോടുള്ള വെറുപ്പ്, അതിൻ്റെ പുറത്താണ് ആ രാഷ്ട്രം ഉണ്ടായത് തന്നെ. അപ്പോൾ ഒന്നുകിൽ ഇന്ത്യ ഇല്ലാതാകണം, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇല്ലാതാകണം. ഇത് രണ്ടിലൊന്നും ഇല്ലാതെയാകാതെ ശാശ്വതമായ പരിഹാരം ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് വെടിനിർത്തൽ, കുറച്ച് സമാധാനം, കുറച്ചുകൂടെ സെൻസിബിൾ ആളവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസമൊക്കെ ഉണ്ടാകും എന്നുള്ളതല്ലാതെ ദർ ഈസ് നോ പെർമനൻറ്റ് സൊല്യൂഷൻ ഫോർ ദിസ്. പെർമനൻറ്റ് സൊല്യൂഷൻ ഈസ് യു വർക്ക് ടുവേഴ്സ് ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് പാകിസ്ഥാൻ, കഷ്ണമാക്കി മാറ്റുക. ഇന്നും ഇപ്പോൾ അത്ഭുതകരമായ കാര്യം, നമുക്ക് ബിസിനസ്സിൽ മോസ്റ്റ് ഫേവേർഡ് നേഷൻ MFN സ്റ്റാറ്റസ് ഇപ്പോഴും പാകിസ്ഥാനുണ്ട്.
അത് എടുത്തു കളയാൻ മോദി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഈ ഇമ്മീഡിയറ്റ് അത് എടുത്തു കളയണം. എടുത്തു എടുത്തു കളയാൻ എന്നുള്ള കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രായോഗിക ആരും കൈക്ക് പിടിച്ചിട്ടൊന്നുമല്ല. വെദർ ടു ഡു ദാറ്റ് ഓർ നോട്ട്, അതിനുള്ള അത്രയും സമയമായോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ടല്ലോ. ആഫ്റ്റർ ആൾ ഒരു ഇൻസിഡൻസ് ബ്ലോ അപ്പ് ചെയ്യുന്നതിനൊരു ലിമിറ്റുണ്ട്. അതിനപ്പുറത്തേക്ക് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് നമ്മൾ പോകണോ? ഈ ചിന്തകളിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ MFN സ്റ്റാറ്റസ് എടുത്ത് കളയുക, അതിർത്തി ഭാഗത്തുള്ള ഹഫീസ് സയ്യിദിൻ്റെ താമസ സ്ഥലം അടക്കം സർജിക്കൽ സ്ട്രൈക്കിൽ നശിപ്പിച്ച് കളയുക, ഒരു 250ഓളം അവരുടെ ടെറർ ക്യാമ്പുകൾ പറയാം. പക്ഷേ ഇതൊക്കെ സാധ്യമാണോ? ഇത് സാധ്യമാണ്. ആണവ രാജ്യമാണ്. ആയിക്കോട്ടെ, അല്ല, ആണവ രാജ്യത്തെ ഭയന്ന് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. പാകിസ്ഥാൻ ആണവ രാജ്യമാണ്. മാൽദീവ്സ് പാകിസ്ഥാനെ ഭയപ്പെടുന്നുണ്ടോ? ശ്രീലങ്ക ഭയപ്പെടുന്നുണ്ടോ? ബർമ്മ ആരെയെങ്കിലും ഭയപ്പെടുന്നുണ്ടോ? എത്ര കാലമായി അവിടെ പട്ടാള ഭരണം? ആരെയും അവർ വകവയ്ക്കുന്നില്ല. പോടാ പുല്ല് എന്ന് പറഞ്ഞിട്ട് നോർത്ത് കൊറിയ ഇപ്പോൾ അതാ ചെയ്യുന്നത്, ഇസ്രായേൽ അതാ ചെയ്യുന്നത്. ലോകരാഷ്ട്രങ്ങളുടെ ചരിത്രത്തിൽ ശക്തിമാന്മാർക്കേ സ്ഥാനമുള്ളൂ. ദുർബലനാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ട് കാണുന്നത് അയ്യോ എന്നെ തല്ലിയെന്നൊക്കെ പറഞ്ഞ് ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ പാകിസ്ഥാനെ തല്ലുക, അപ്പോൾ ബാക്കിയുള്ളവർ ഇടപെടും, അയ്യോ ഇങ്ങനെ തല്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ നമുക്ക് അതിന് സമാധാനം ഉണ്ടാക്കാം. അതുവരെ താങ്കളാണ് മറുപടി പറയേണ്ടത്. അതിനു മുമ്പ് കൊടിക്കുന്നിൽ സുരേഷ്, കോൺഗ്രസ് നേതാവ്, നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഇന്ന് AK ആന്റണി പറഞ്ഞത് എൻ്റെ 8 വർഷത്തെ ഭരണകാലത്ത് ഒരു തവണ മാത്രമാണ് മൃതദേഹം വികൃതമാക്കുന്ന പാകിസ്ഥാനിൻ്റെ കിരാത നടപടി ഉണ്ടായിട്ടുള്ളത്. ഈ ഗവൺമെൻറ്റിൻ്റെ 3 വർഷത്തിനുള്ളിൽ 3 സംഭവം തന്നെ ഉണ്ടായി. മൂന്നാമത്തെ സംഭവത്തിൽ 2 മൃതദേഹം വികൃതമാക്കിക്കൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് തങ്ങളുടെ സ്വഭാവം എന്താണ് എന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. എന്ത് ചെയ്യണം പാകിസ്ഥാനെതിരായി എന്നാണ് കോൺഗ്രസിൻ്റെ താങ്കളുടെ അഭിപ്രായം? പാകിസ്ഥാനെതിരായി ശക്തമായ മറുപടി നൽകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പക്ഷേ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് പറയുന്നത്, എൻ ഡി എ ഗവൺമെന്റ് കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാർ പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ മറുപടി കൊടുക്കും, ഞങ്ങൾ നാളെ കൊടുക്കും, ഇന്ന് കൊടുക്കും, ഇന്ന് രാത്രി കൊടുക്കും എന്ന് പറയുന്നതല്ലാതെ ഒരു മറുപടി ശക്തമായി കൊടുത്ത് പാകിസ്ഥാനെ നിലയ്ക്ക് നിർത്താൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം സർജിക്കൽ സ്ട്രൈക്ക് നടത്തി വലിയ അഹങ്കാരത്തോടും വലിയ അഭിമാനത്തോടും കൂടി ഈ ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞു ഞങ്ങൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി, ഞങ്ങൾ ഇന്ത്യയുടെ ഇത് കാണിച്ചു, ഇന്ത്യയെ ഞങ്ങൾ പാകിസ്ഥാനെ വിരട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷെ സർജിക്കൽ സ്ട്രൈക്കിന് ശേഷവും നമ്മുടെ രാജ്യത്തെ അതിർത്തിക്ക് അപ്പുറം കയറി അതിന് പാകിസ്ഥാൻ ഭീകരന്മാര് ആക്രമണം നടത്തിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് വെറും ഒരു പ്രചരണത്തിന് വേണ്ടി നടത്തുകയാണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഗവൺമെന്റിന് ഒരു ലക്ഷ്യബോധമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. ഈ ഗവൺമെന്റ് നരേന്ദ്രമോദി സർക്കാർ ഒരു പാകിസ്ഥാന് മറുപടി കൊടുക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണെന്നുള്ളതാണ് അഭിപ്രായം. പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് താങ്കളുടെ ആക്ഷേപം. പക്ഷേ ഇന്ത്യയിൽ ഭരണകൂടത്തിന് തെറ്റുകൾ പറ്റുമ്പോൾ അതിൽ തിരുത്തൽ നിർദ്ദേശിക്കേണ്ടത് പ്രതിപക്ഷമാണ്. നിങ്ങൾക്ക് ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിലുള്ള സ്റ്റാറ്റസ് പോലും കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും കോൺഗ്രസ്സാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. ഇന്ത്യയിൽ ഒരു മുഴുവൻ സമയ പ്രതിരോധ മന്ത്രി ഇല്ല എന്നുള്ളത് കോൺഗ്രസ് ഈ സമയത്തല്ല ചൂണ്ടിക്കാണിക്കേണ്ടത്, ഇത്രയും കാലഘട്ടം പിന്നിടുമ്പോഴായിരുന്നു. അത് ആ കാര്യത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകാനും ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് അക്കാര്യത്തിൽ ഒരു നടപടിയെടുക്കാനും. കാരണം താങ്കളുടെ ഓർമ്മയിലുണ്ടോ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇന്ത്യക്ക് ഒരു മുഴുവൻ സമയം ഡിഫൻസ് മിനിസ്റ്റർ ഇല്ലാത്ത കാലഘട്ടം? എനിക്ക് എല്ലാ കാലത്തും നമുക്കൊരു ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ടായിട്ടുണ്ട്. വളരെ പ്രഗത്ഭരായ പ്രശസ്തരായ പലരെയും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അരുൺ ജെയ്റ്റ്ലിയുടെ പ്രാപ്തിയെ അല്ല നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അരുൺ ജെയ്റ്റ്ലി വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയാണ്. അതെ, അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയാണ്. അദ്ദേഹം ഇങ്ങനെ അതിർത്തിയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ഓടി വന്ന് എന്തെങ്കിലും നോക്കിപ്പോകുക, അതല്ല നമ്മൾ ഇന്ത്യയിലെ ഒരു പ്രതിരോധ മന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മുഴുവൻ സമയ പ്രതിരോധ മന്ത്രി ഉണ്ടാകണം എന്ന് നമ്മൾ പറയുന്നത്. കോൺഗ്രസിനെ കളിയാക്കുകയാണ് മനോഹർ പരീക്കർ ഗോവയിലെത്തി അവിടെ കുതിര കച്ചവടം നടത്തി ഒരു സർക്കാർ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നത് പ്രതിരോധ മന്ത്രി സ്ഥാനമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ലല്ലോ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. ശ്രീ TP ശ്രീനിവാസൻ നേരത്തെ പറഞ്ഞ പാകിസ്ഥാനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യം എന്ന് ശ്രീ TG മോഹൻദാസ് വിശ്വസിക്കുന്നു. അതായിരിക്കണം കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ നരേന്ദ്രമോദി പറഞ്ഞത് ബലൂചിസ്ഥാനെ കുറിച്ച്. ആ നിലയിൽ ഇന്ത്യൻ പദ്ധതി വിജയിക്കാനിടയുണ്ടോ പുതിയ സാഹചര്യത്തിൽ? അതല്ലായിരുന്നല്ലോ നമ്മുടെ നിലപാട്. വർഷങ്ങളായിട്ടുള്ള നമ്മുടെ നിലപാട് ഒരു യുണൈറ്റഡ് ആൻഡ് സ്ട്രോങ് പാകിസ്ഥാൻ ഈസ് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് തന്നെയാണ് ഇന്ത്യയുടെ പൊതുവേയുള്ള അഭിപ്രായം. അതിന്
വിരുദ്ധമായി തന്നെയാണ് മിസസ് ഗാന്ധി ബംഗ്ലാദേശ് സെപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ ഒരു തരത്തിൽ നോക്കിയാൽ ഒരു സ്റ്റേബിളായിട്ടുള്ള പാകിസ്ഥാൻ നമുക്ക് എതിരല്ല എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. മറുവശത്ത് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്തമായി തിരിച്ചടിക്കണമെന്നുള്ള അഭിപ്രായവുമുണ്ട്. പക്ഷേ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ അതുപോലെ ഒരെണ്ണം കൂടി ചെയ്തുകൊണ്ട് എന്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിനേക്കാളും ശക്തമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ നടപടിയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇപ്പോൾ MFN സ്റ്റേറ്റസിനൊന്നും യാതൊരു വിലയുമില്ല. കാരണം MFN സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നോർമൽ കൊമേഴ്ഷ്യൽ റിലേഷൻസ് എന്നേ ഉള്ളൂ. ഈ മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്നുള്ളൊരു മിസ്നോമറാണ്. അതിനങ്ങനെ ഒരു അർത്ഥമൊന്നുമില്ല. ഇപ്പോൾ MFN സ്റ്റേറ്റസ് എടുത്തു മാറ്റിയതുകൊണ്ട് പാകിസ്ഥാന് യാതൊരു സങ്കടവും വരില്ല. ഇപ്പോൾ ഇൻഡസ് വാട്ടർ അത് നമ്മൾ റീനെഗോഷിയേറ്റ് ചെയ്യാൻ നോക്കി. അപ്പോൾ നമുക്ക് മനസ്സിലായി അതിന് കൂടുതൽ പ്രയോജനം നമുക്ക് കാണുന്നു. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളുടെ ഈ 70 വർഷത്തെ ചരിത്രം നോക്കിയാൽ നമുക്കറിയാം പല ഓപ്ഷൻസും നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതേ ഓപ്ഷനിലേക്ക് തിരിച്ചു പോയതുകൊണ്ട് കാര്യമില്ല. പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇവരിപ്പോഴിത് നടത്തിയ ഈ സംഭവത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതുപോലെ പാകിസ്ഥാനുള്ളിലുള്ള പ്രവർത്തനങ്ങൾ, അവരുടെ നവാസ് ഷെരീഫിൻ്റെ ശക്തി എത്രമാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അതേസമയം തന്നെ കാശ്മീരിലെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയും, ഇതൊക്കെയാണ് നോക്കേണ്ടത്. നമ്മളിപ്പോൾ പാകിസ്ഥാനെ ഐസൊലേറ്റ് ചെയ്യാനോ അതിനെ ഡിവൈഡ് ചെയ്യാനോ ഒന്നുമുള്ള ശക്തി നമുക്കിപ്പോഴില്ല. അതിന് പോകുന്നതിനേക്കാളും കുറേ കൂടി സമാധാനപരമായ, കുറേ കൂടി കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള, കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു നയം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അത് എന്തായിരിക്കണം എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. കാരണം നമുക്ക് യഥാർത്ഥത്തിലുള്ള സ്ഥിതിവിശേഷം എന്താണെന്ന് അറിയാത്തതുകൊണ്ട്. 71 ബംഗ്ലാദേശിനെ സൃഷ്ടിച്ചതുപോലുള്ള ഒരു ശക്തി ഇന്ത്യക്ക് ഇന്നിപ്പോൾ ഇല്ല എന്ന് TP ശ്രീനിവാസനെ പോലുള്ള ആളുകൾ പറയുമ്പോൾ നമ്മൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഇല്ല, ഞാനത് വിശ്വസിക്കുന്നില്ല. കാര്യം എന്താണെന്നറിയാമോ? പാകിസ്ഥാൻ നമ്മളോട് ചെയ്യുന്ന ഉപദ്രവത്തിൽ അതുപോലെ നമ്മൾ പാകിസ്ഥാന് ചെയ്യുന്ന ഉപദ്രവത്തിലും ഒരു ലോകരാജ്യവും ഇടപെടാൻ പോകുന്നില്ല. നമ്മൾ വെറുതെ ഭയക്കുകയാണ്. ഞാൻ ഈ നമ്മുടെ കുവൈറ്റ് അന്ന് ഇറാഖിനെതിരെ വലിയ സാങ്ഷൻ ഉണ്ടായി ലോകരാജ്യങ്ങളുടെ മുഴുവൻ. ശ്രീലങ്ക ഒരു കപ്പൽ തേയില ഇറാഖിലേക്ക് അങ്ങ് വിട്ടു. എല്ലാവരും ശ്രീലങ്കയോട് പറഞ്ഞു വിടരുത്, കപ്പൽ മുക്കിക്കളയും. അവർ പറഞ്ഞു മുക്കുന്നെങ്കിൽ മുക്കിക്കോ, ഞങ്ങൾ അങ്ങ് വിടുകയാണെന്ന് പറഞ്ഞു. അവർ സുഖമായിട്ട് ഇറാഖിൽ കൊണ്ടുപോയി തേയില ഇറക്കി. ഒരു ആത്മവിശ്വാസമുള്ള രാജ്യത്തെ ആരും മാനിക്കും ലോകത്ത്? അതാണ് ഞാൻ ഈ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത്. ഏകദേശം ഒരു റോഗ് നേഷനാണ് നോർത്ത് കൊറിയ. പക്ഷെ അവൻ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? അവൻ്റെ അമ്മാവനെ വെട്ടി പട്ടിക്കിട്ടു അവൻ. എന്നിട്ട് അവൻ ലോകരാജ്യങ്ങളെ വെല്ലുവിളിച്ച് നിൽക്കുകയാണ്. എന്ത് ചെയ്തു അവനെ? ആരും ഒന്നും ചെയ്യുന്നില്ല. കിം ജോങ് ഉൻ നിൽക്കുന്നില്ലേ? ഈ ധൈര്യമായിട്ട് എൻ്റെ രാജ്യം മുഴുവൻ പട്ടിണിയിലാണ്. ആയിരിക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ലോകരാഷ്ട്രങ്ങൾ അതിനെ കാണുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും ടച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതേസമയം യമനിൽ ഇതുപോലെ കാശ്മീർ പോലത്തെ ഒരു പ്രശ്നം യമനിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സഖ്യകക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് പാവം സൗദി അറേബ്യയും കൂട്ടത്തിലുള്ള ആൾക്കാരും ഒക്കെ എത്ര കഷ്ടപ്പെടുന്നു അവിടെ. ആരും തിരിഞ്ഞു നോക്കുന്നു. താങ്കൾ ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം തന്നെയും ദാരിദ്ര്യത്തിന്റെ കൊടും അവസ്ഥയിലാണ്. നമുക്ക് ആ നമുക്ക് അങ്ങനെ ഒരു ദാരിദ്ര്യത്തിലേക്ക് വീണ്ടും നമ്മുടെ ജനതയെ തള്ളിക്കളയാൻ കഴിയില്ല. ചെറിയ രാജ്യമല്ല, നമ്മൾ 130 കോടി ജനങ്ങളുള്ള രാജ്യമാണ്. നോക്കൂ, 130 കോടി ജനങ്ങളിൽ എത്ര പേരാണ് ഈ കാശ്മീർ താഴ്വരയിൽ ഈ ബഹളം വയ്ക്കുന്നവർ? കാശ്മീരിൻ്റെ 1/3 പോർഷനേ ഉള്ളൂ ഈ താഴ്വര എന്ന് പറയുന്നത്, വാലി. ആ വാലിയിലുള്ള കുറച്ച് പേരാണ് ഈ കാര്യം ചെയ്യുന്നത്. അവരെ ശത്രുക്കളായിട്ട് തന്നെ കാണണം എന്നാണ് ഞാൻ പറയുന്നത്. അവസാനമായി ശ്രീ രാഹുൽ ഈശ്വർ, പുതിയ തലമുറ ഉയർന്നു വരട്ടെ, അവർക്ക് IT പോലുള്ള മേഖലകൾ ഉണ്ടാക്കി കൊടുക്കാൻ ഇന്ത്യ എന്ന് പറയുന്ന കുറേ കൂടി സിവിലൈസ്ഡ് ആയ രാജ്യത്തിന് കഴിയും. അങ്ങനെ കശ്മീർ പ്രശ്നം കാലാകാലങ്ങളിൽ അവസാനിക്കും. ഇതായിരുന്നു താങ്കളും ഞാനും അടങ്ങുന്ന ഒരു ജനറേഷൻ വിചാരിച്ചിരുന്നത്. പക്ഷേ സ്ഥിതി വ്യത്യസ്തമാണ്. ഈ നിലയിൽ IS ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ പോലും എക്സ്ട്രീമിസ്റ്റ് നിലപാടെടുക്കാനാണ് അവിടുത്തെ യുവത തയ്യാറാകുന്നത് എന്നുള്ളത് അലോസരപ്പെടുത്തുന്ന വിഷയമല്ലേ? അക്കാര്യത്തിൽ നമ്മൾ ഒരു സ്വയം പരിശോധന നടത്തണ്ടേ? ഇന്ത്യ ഒരു സ്വയം പരിശോധന നടത്തണ്ടേ? ഒരു കശ്മീരി യുവാവിനെ ഒരു ജീപ്പിന് മുന്നിൽ കെട്ടിയിട്ട് തങ്ങൾക്ക് പരിചയമാക്കി വെക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു തെമ്മാടി രാഷ്ട്രം ചെയ്യുന്ന കാര്യമാണ്. ഇന്ത്യ പോലൊരു രാജ്യത്തിന് ഉചിതമായ കാര്യമല്ല അത്. പക്ഷെ അത് ചെയ്തപ്പോൾ കശ്മീരിൻ്റെ ചുമതലയുള്ള BJP നേതാവ് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ വാചകമാണ്. ആ നിലയിലേക്ക് നമ്മൾ താഴുന്നത് യഥാർത്ഥത്തിൽ നമുക്കെതിരായിട്ടുള്ള വികാരം കൂടുതൽ ശക്തിപ്പെടുത്താനല്ലേ ഉപകരിക്കുക? അത് ഇന്ത്യയുടെ ഇമേജിനെ ലോക സാഹചര്യത്തിൽ താഴ്ത്തിക്കെട്ടില്ലേ?
കഴിഞ്ഞ 60 വർഷമായി നമ്മൾ എപ്പോഴും മോറൽ ഹൈഗ്രൗണ്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറെ കൂടെ സിവിലൈസ്ഡ് ആണെന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറെ കൂടെ റിഫൈൻഡ് ആണെന്നും ഒരു സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതുമാണ് നമ്മൾ ലോകത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമുക്ക് വേണ്ട രീതിയിൽ ഒരു റെസിപ്രൊക്കേഷൻ കിട്ടിയിട്ടില്ല. പലപ്പോഴും നമ്മൾ ഈ എടുത്ത വളരെ മെഗ്നാനിമസ് ആയ പോസ്റ്ററിങ്ങിന് വേണ്ട രീതിയിൽ അക്നോളജ്മെന്റ് കിട്ടിയിട്ടില്ല. അവിടെ കാണുന്ന സാധാരണ കാശ്മീരി യുവാക്കളെ അല്ല, അവിടെ ഫണ്ട് ചെയ്യപ്പെടുന്ന, ചിലപ്പോഴെങ്കിലും അവർക്ക് കല്ല് ഒന്ന് എറിയുന്നതിന് ഇത്ര രൂപ വെച്ച് എന്ന് വരെ ആരോപിക്കപ്പെടുന്ന രീതിയിൽ പാകിസ്ഥാനും അവിടുത്തെ ഐസിസ് എക്സ്ട്രീമിസ്റ്റുകളുടെ പല കൊടികളും അവിടെ കാണുന്നു എന്ന് പറഞ്ഞു. ആ രീതിയിൽ ഒരു ജിഹാദി ടെററിസ്റ്റിന്റെ ഹോട്ട് ബെഡ് ആയത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് ചൈനയെ നോക്കൂ, ഉയ്ഗൂറിലുണ്ടായ പ്രശ്നങ്ങൾക്ക് അവരെടുത്തത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടൊരു നിലപാടാണ്. അങ്ങനെ വേണമെന്നല്ല, മുഹമ്മദ് എന്ന പേര് പോലും ആ പ്രവിശ്യയിൽ ഇടാൻ ചൈനക്കാർ അനുവദിക്കാത്ത രീതിയിൽ പോയി. നമുക്ക് ഒരിക്കലും അത് പറ്റില്ല, നമ്മളൊരു സെക്യുലർ ആണ്, സിവിലൈസ് സ്റ്റേറ്റ് ആണ്. പക്ഷേ സ്ട്രോങ് നിലപാട് എടുക്കുമ്പോഴെല്ലാം നമ്മുടെ മോറൽ ഹൈഗ്രൗണ്ട് നഷ്ടമാകും എന്ന് ചിന്തിക്കുന്നത് നമുക്ക് അപകടം ചെയ്യും. വി കനോട്ട് ബി സീൻ എസ് എ സോഫ്റ്റ് സ്റ്റേറ്റ്. നമ്മളൊരു സോഫ്റ്റ് സ്റ്റേറ്റ് എന്ന രീതിയിലായി മാറരുത്. നമ്മളെ തൊട്ടാൽ തിരിച്ച് നമുക്ക് ഇസ്രായേലിന്റെ പോലൊരു പോസ്റ്ററിംഗ് പറ്റില്ല. നിങ്ങൾ ഞങ്ങളുടെ ഒരാളെ കൊന്നാൽ നിങ്ങളുടെ 1000 പേരെ കൊല്ലും എന്നൊരു പോസ്റ്ററിംഗ് നമുക്ക് പറ്റില്ല. പക്ഷേ ചിലപ്പോഴെങ്കിലും ഇസ്രായേലിന്റെ ഓപ്പറേഷൻ എൻഡബി അടക്കമുള്ള കാര്യങ്ങൾ നമ്മളെ ഇൻസ്പയർ ചെയ്യുകയും വേണ്ട രീതിയിൽ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഒരു ഫിയർ ഫാക്ടർ, ഒരു റെസ്പെക്ട് ഫാക്ടർ ജനിപ്പിക്കാൻ നമുക്ക് പാകിസ്ഥാനോടാകണം. അതിന് നമ്മുടെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും ജവാന്മാരെ കൊലപ്പെടുത്തുകയും മൃതദേഹം വികൃതമാക്കുകയും ചെയ്യുന്ന തെമ്മാടിത്തരം പാകിസ്ഥാൻ കാണിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടി ഇന്ത്യ എന്ത് മറുപടിയാണ് നൽകുക എന്നത് സംബന്ധിച്ച് രാജ്യം ഉറ്റുനോക്കുകയാണ്. രാജ്യമെങ്ങും വലിയ പ്രതിഷേധമാണ് പാകിസ്ഥാനെതിരെ ഉണ്ടായിരിക്കുന്നത്. ഉറി ആക്രമണത്തിന് തിരിച്ചടിയായി സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയാണ് മോദി പാകിസ്ഥാന് മറുപടി നൽകിയത്. സമാനമായ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. പക്ഷേ ആ സാഹചര്യമല്ല ഇന്ത്യക്ക് ഇന്നുള്ളത് എന്ന വാദവും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നടപടി എന്തായാലും കരുതലോടുകൂടി ആയിരിക്കും എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അക്കാര്യത്തിൽ വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. നാളെ വീണ്ടും ഇതേ സമയം കാണുന്നതുവരെ നമസ്കാരം.